അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടുക്കി അടിമാലിയിൽ ബാങ്ക് ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പിന്റെ ഓരോ രൂപങ്ങളെ. അടിമാലി സ്വദേശി അനുഷയാണ് പിടിയിലായത്. ഒരിടത്ത് ശാലിനി, മറ്റൊരിടത്ത് അനുഷ. 5 വർഷമായി SBI ബാങ്കിൽ ജോലി ചെയ്യുന്ന എന്ന് കുടുംബത്തെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. അനുഷ വഴി സ്വർണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചിരുന്നു. ആളുകളിൽ നിന്ന് എത്ര പവനാണെന്നറിയാമോ? 200 പവൻ സ്വർണം തട്ടിയെടുത്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാഹുൽ സുരേഷ് കുറഞ്ഞ കക്ഷി അല്ലല്ലോ ഈ അനുഷ. SBI ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങി പറ്റിക്കുന്ന പരിപാടിയായിരുന്നു അല്ലേ? നമ്മൾ ശാലിനിയൊക്കെ ഇതിനു മുമ്പേ അത് വെറും 69 ഗ്രാം, അത് മുക്കുവണ്ടം. അനുഷ ഇതിന്റെ കഥ കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. എന്താണ് സംഭവം രാഹുൽ? എങ്ങനെയാണ് ഇവർ വിശ്വസിപ്പിച്ചത്? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, നിലവിൽ സ്വർണത്തിന് 1 ലക്ഷം രൂപയാണ് വില. നിലവിലെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 200 പവൻ, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും നാട്ടുകാരെയും ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ അനുഷയ്ക്ക് തട്ടിപ്പിന് ഇരയാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ദിവസമാണ്. അനീഷ വീട്ടിൽ നിന്നും ഒരു ബാങ്കിലെ ഇന്റർവ്യൂവിന് പോവാന്ന് പറഞ്ഞ് പോകുന്നു. പക്ഷേ രാത്രിയായിട്ടും തിരികെ വീട്ടിലെത്തുന്നില്ല. അങ്ങനെ ഭർത്താവ് ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഷ എന്ന് പറയുന്ന ആൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നും ഇന്റർവ്യൂ നടന്നിട്ടില്ല എന്നും അറിയുന്നത്. പിന്നീട് മിസ്സിംഗ് കേസിൽ പോലീസിൽ പരാതി നൽകുന്നു. ഈ മിസ്സിംഗ് കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിൽ നിന്നുമാണ് അനുഷയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിയിട്ടുണ്ടെന്നും അത് തിരികെ നൽകാനാകാത്തതാണ്, അങ്ങനെ ഒരു വിഷമത്തിലാണ് നാട് വിടേണ്ടി വന്നതും എന്ന കാര്യം അറിയുന്നത്. പിന്നീട് ഈ സംഭവം പുറത്തറിഞ്ഞതോടെ കുറേയധികം ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായി. അങ്ങനെ മുക്കടം സ്വദേശി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അടിമാലി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അടിമാലി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് 10ലധികം ആളുകളിൽ നിന്നും 200 പവൻ സ്വർണം അനുഷ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം, കൂടുതൽ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമായിരിക്കും അനുഷയെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. മുമ്പ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ ശാലിനിയൊക്കെ ഒരു ശിശുവാണ്, ഈ അനുഷ ഒരു വില്ലത്തിയാണ് ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അടിമാലി പോലീസ് ഉള്ളത്. കൂടുതൽ ആളുകൾ പരാതിയുമായി വന്നിട്ടുണ്ടെങ്കിൽ ഈ കേസിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് അടിമാലി പോലീസിന്റെ തീരുമാനം. വരും. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി ആളുകൾ വരും. സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ്. 1,14,000 മറ്റോ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.